ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെടാം. എന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് ബ്രെഡും റവയും ഉപയോഗിച്ച് ഒരു വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബ്രെഡ് റവ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാള, 1 ക്യാപ്സിക്കം, 1 ടൊമാറ്റോ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് റവ ദോശ കഴിക്കാനായിട്ട് വേറെ കറിയൊന്നും ആവശ്യമില്ല. നമ്മളിതിലേക്ക് 2 പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്പൈസി ആകാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം. ഓക്കെ, ഇത് മതിയാവും. നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഈ ഒരളവിൽ എനിക്ക് 10 ദോശ കിട്ടിയിട്ടുണ്ട്. വേറെ കറിയൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.